വിക്രമൻ അശോക് സംവിധാനം ചെയ്ത് നമ്മുടെ കവിൻ, ആൻഡ്രിയ ജെർമിയ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമയാണ് മാസ്ക്. ഇത് ഡാർക്ക് കോമഡി ത്രില്ലറാണ്. അതായത് ഒരു ചെറിയ സംഭവമാണ് ഉള്ളത്. അതും പല സിനിമയിലും നമുക്ക് മുമ്പ് വന്നിട്ടുള്ള സാധനമാണ്. പക്ഷേ അതിനെ ചുറ്റി വളച്ച് നോൺ ലീനിയറായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പിടുത്തം തരാതെ കൊണ്ടുപോയതുകൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ പോയ ഒരു സിനിമയാണ്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിക്കാനുണ്ടായിരുന്നു. ചിരിക്കാനെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന 1-2 സീൻ. ഇതിലൊരു റൊമാൻറ്റിക് ട്രാക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് സീൻ വരുന്നത്. ആ എൻ്റെ സൂപ്പർ മാർക്കറ്റ് സീനും ഗംഭീരമായിരുന്നു. ചിരിക്കാനുണ്ടായിരുന്നു. വെറൈറ്റി സാധനമായിരുന്നു അത് കാണിച്ചത് എടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ 1-2 സീനുകളൊക്കെ കൊഴുപ്പിച്ചിട്ടുണ്ട്, ചിരി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ തുടക്കത്തിൽ നമ്മുടെ കവിൻ എന്ന് പറയുന്നത് ഒരു ഡിക്റ്റേറ്റീവ്, പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ്, ഉടായ്പ ഡിക്റ്റേറ്റീവ്. അതുകൊണ്ട് അവനെങ്കിലും ഒരു വിവരം കണ്ടുപിടിക്കാൻ വേണ്ടി ആരെങ്കിലും പറയുന്നു. ആ വിവരം കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് തന്നെ ഇന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് അവനെ തന്നെ ബാർഗെയിൻ ചെയ്തിട്ട് അവൻ്റെ ഇത് അപ്പുറത്തവൻ്റെ അടുത്ത് പറയാതിരിക്കണമെങ്കിൽ ഇത്രയും പൈസ വാങ്ങിക്കും, അപ്പുറത്തവൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാൻ വേണ്ടി വേറെ പൈസ വാങ്ങിക്കും. എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും, എപ്പോഴും വേണമെങ്കിലും ആവശ്യം വരുമെന്നുള്ളത്. അത് വെച്ചിട്ട് മറ്റേ രാഷ്ട്രീയ പിടിപാടുകൾ, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പിടിപാട്, കാരണം ഇവരെല്ലാം ഉടായ്പ അവൻ്റെ കയ്യിലുണ്ട് രേഖ. അത് പേടിച്ച അവന്മാരെല്ലാം ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ സിനിമയിൽ പോസിറ്റീവ് കഥാപാത്രങ്ങളൊന്നുമില്ല, എല്ലാവരും ഗ്രേ ഷെയ്ഡുള്ളവരാണ്. അതിൽ തന്നെ മികപ്പെരിയ കെട്ടവൻ യാർ എന്നുള്ളതാണ് ഇതിൽ കാര്യം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു വെറൈറ്റി ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്, ഒരു റോബറി. ഈ റോബറിയിൽ ഈ കവിനും ആൻഡ്രിയയും ബാധിക്കുന്നുണ്ട്. അത് എങ്ങനെ ബാധിച്ചു, അവർ ഡയറക്റ്റായിട്ട് ഈ റോബറി ചെയ്ത ആൾക്കാർ പോലുമില്ല, അതെങ്ങനെ ബാധിച്ചു, അതിൽ എങ്ങനെ ഒരു ഊരും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു കൗതുകം. ഡാർക്ക് കോമഡിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റൊമാൻറ്റിക് ട്രാക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമാണ്. കുറേ വെറൈറ്റി സീനുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്, വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് നെൽസനാണ്. അത് പലയിടത്തും ഭയങ്കര കോമഡി കൗണ്ടറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് നെൽസൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പറേ ഫ്രെയിം ഇങ്ങനെ മാറി കാണിച്ച് പോകുമ്പോഴേക്കും നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നി. പക്ഷേ കോമഡി ഉണ്ട്. 1-2 പാട്ടുകൾ ഫസ്റ്റ് ഹാഫിൽ അനാവശ്യമായിരുന്നു. ഒരു അതൊക്കെ ഔട്ട്ഡേറ്റഡായി ഈ ഒരു ഐറ്റം സോങ് പോലത്തെ പരിപാടി. അത് അവിടെ വലിയ ലെങ്തി ആയിട്ടില്ല, കുറച്ചായിട്ട് കാണിച്ച് പോകണമെങ്കിലും അത് ഒരു സുഖം തോന്നിയില്ല. അത് ഒരു ഇഴപ്പ് ഫീൽ ചെയ്തു അവിടെ. അത്രയും മാത്രമേ ഫസ്റ്റ് ഹാഫിൽ ഒരു അല്പം പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നല്ല എൻഗേജിങ് ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു. ഇവരുടെ ഇതും സംഭവമൊന്നും നമുക്ക് ഒറ്റ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരു ഇൻ്റർവെല്ലിന് അടുപ്പിച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് കയറി ആ ഒരു സാധനം കിട്ടി. ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ ഇടുമായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്ന് തുടക്കത്തിൽ തന്നെ ആ ഫ്ലോ പിടിച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരുപാട് കഥാപാത്രങ്ങളെ കാര്യങ്ങളും പരിചയപ്പെടുത്തണം. അത് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അത് നെൽസൺ ദിലീപ് കുമാറിൻ്റെ വോയിസ് ഓവർ പ്രകാരം പറഞ്ഞത്. പക്ഷേ അവിടെ ഈ കഥ പറയും പോലെ ആയിപ്പോയി. നമ്മൾ ഒരു റേഡിയോ ഇട്ടിട്ട് റേഡിയോ നാടകം കേൾക്കും പോലത്തെ ഒരു ഫീൽ കാണുന്ന ആവശ്യമില്ലല്ലോ. ഫുള്ളി നരേഷൻ വന്നപ്പോഴേക്കും അവിടെ ഒരു ഇച്ചിരി ലാഗ് ഫീൽ ചെയ്തു. പിന്നെ അവസാനം പോകുമ്പോൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ നടക്കുകയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഹൈ വരുന്നുണ്ട്. അവസാനം ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ പോയി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഹ്യൂമർ ഉള്ള ഒരു ത്രില്ലർ. വെട്രിമാറിൻ്റെ മെൻറ്റർഷിപ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വെട്രിമാറിൻ്റെ സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അവിടെ ആയിട്ട് നമുക്ക് നെൽസൻ്റെ ഒരു ഫ്ലേവർ അടിച്ച്, മിക്കവാറും നെൽസൺ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നെൽസൻ്റെ ഒരു കയ്യിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഡാർക്ക് ഹ്യൂമറിൻ്റെ ആശാനല്ലേ പുള്ളിയുടെ ചില സീനുകൾ, റിയാക്ഷനൊക്കെ അതിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഇതിലുണ്ട്. റെഡ് ഇൻഗ്രീൻസിലേക്കുണ്ട്, ഗസ്റ്റ് റോളാണ്, ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിലുള്ളപ്പോൾ നെൽസൻ്റെ പടം കാണുന്ന ഫീൽ അവിടെ ആയിട്ട്. ബാക്കിയുള്ളടത്തൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് സിനിമ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഥ ഈ റോബറിയും സംഭവങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുള്ളതാണെങ്കിലും അതിനെ ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ബാധിച്ചു, അത് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ വരുന്നു, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 1-2 ലോജിക്കൽ പ്രശ്നങ്ങളുണ്ട്. അത് ബ്ലാക്ക് ഹ്യൂമർ ആയതുകൊണ്ട് നമുക്കങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാച്ച് തന്നെയാണ് ഈ സിനിമ തന്നിരിക്കുന്നത്. ആർ രാമറൻ എഡിറ്റർ. എഡിറ്റിംഗ് എടുത്ത് പറയണം, ഗംഭീര വർക്കായിരുന്നു. പിന്നെ സ്റ്റണ്ട് പീറ്റർ ഹെയ്നും വിക്കിയൊക്കെ ചേർന്നാണ്. സാധാരണ ഒരു സ്റ്റണ്ടിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ സിനിമയിൽ. പിന്നെ ആൻഡ്രിയ ജെർമിയ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഗംഭീര ക്യാരക്ടറാണ്. അത് നമ്മളെ മലയാള സിനിമയിലൊക്കെ ഇതുപോലൊക്കെ വന്ന് മസിൽ പിടിച്ച് ചെയ്യുന്ന ഒരു കോമഡി പീസുകളായി മാറുന്നുണ്ട്. ആൻഡ്രിയ അങ്ങനെയും ചെയ്തു, നല്ല നീറ്റ് അടിപൊളി പക്കായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ റുഹാനി ശർമ്മ ഒരു ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർലി, ജോർജ് മെരിയൻ ഇവരൊക്കെയാണ് ബാക്കി വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പടം. ഇങ്ങനത്തെ സിനിമകൾ, ടൈപ്പ് പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എന്തരാ വരട്ടെ.